അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا. ومن أراد الآخرة وسعى لها سعيها وهو مؤمن ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ നിരന്തരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും നമ്മുടെ മരണവേളയിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുകയും നാളെ പരലോകത്ത് നമ്മളെ വിചാരണ ചെയ്യുന്നവനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അറിയുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിക്കണേ എന്ന് ഈ ഒരു ഉത്ബോധന സംസാരത്തിൻ്റെ ആമുഖമെന്നോണം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദീനിയായ മജ്ലിസിലാണ് ഈ ഒരു വൈകുന്നേര സമയത്ത് നമുക്കൊരുമിച്ച് കൂടാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നിന്ന് ഇവിടേക്കൊരു പക്ഷേ ദൂരമേറെ കുറവാണെങ്കിലും ഇവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, ഖുർആനിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും പറയുന്നിടത്ത് ഞാൻ ഉണ്ടാകണം എന്നൊരാൾ ചിന്തിക്കണമെങ്കിൽ ദീനിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു മനസ്സു വേണം. ഇവിടെയുള്ള കടകളിൽ, വീടുകളിൽ, പരിസര പ്രദേശങ്ങളിൽ എത്രയോ ആളുകൾ ഉണ്ട്. അവരെല്ലാവരും ഇവിടെ വന്നാൽ ഇവിടെ സ്ഥലമുണ്ടാവില്ലെന്ന് നമുക്കറിയാം. അങ്ങനെ എല്ലാവരും വരില്ല. എന്തുകൊണ്ട്? ഇത് ഞാൻ പോകേണ്ടതുണ്ട്, അതെൻ്റെ ജീവിതത്തിൽ അത്രയും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയ ഒരാളെ ഇവിടേക്ക് വരും. അതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സു കിട്ടി എന്നത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു നിഅമത്താണ്, ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഇനി അങ്ങനെ ഒരു ബോധമുണ്ടായാൽ തന്നെ ഞാൻ അങ്ങനെ പോകേണ്ടതുണ്ടോ? സ്ഥിരമായി പല പരിപാടികളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കാറില്ലേ? ഞാൻ അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലേ? ഇനി എന്താണ് ഞാൻ അറിയാൻ? ഇനി എന്താണ് ഞാൻ പഠിക്കാൻ? ഇനി എന്താണ് ഞാൻ ചെയ്യാൻ? ഇനി എന്താണ് ഞാൻ മാറാൻ എന്ന് പിശാച് നമ്മളോട് പറഞ്ഞാലും ഒരു ദീനിയായ മജ്ലിസിൽ വന്നു ചേരുക ഒരു പക്ഷേ നമ്മുടെ മനസ്സ് അതിനു സമ്മതിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു നീയത്തോടുകൂടെ ഈ ഒരു മഹാസദസ്സിൽ, ദീനീ സദസ്സിൽ വരാൻ സാധിച്ചതും ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും അതിലൂടെ പ്രതിഫലം നേടാനും അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ആത്മാവ് നഷ്ടപ്പെട്ടാൽ
പിന്നെ ആ ശരീരത്തെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലല്ലോ. പിതാവ് മരണപ്പെട്ടപ്പോൾ മകൻ വിളിച്ച് ചോദിച്ചു, ഇന്ന് 3 മണിക്ക് മരിച്ചു, നാളെ രാവിലെ 8 മണിക്കാണ് ജനാസ, നമ്മൾ ഫ്രീസറിൽ വെക്കണോ അതോ വെറുതെ കിടത്തിയാൽ മതിയോ? ആളുകൾ മരിച്ചാൽ ചോദിക്കുന്ന സംശയങ്ങളിൽ ഒരു സംശയമാണത്. അല്ല, ഒരു രാത്രിയല്ലേ, പ്രശ്നമില്ല, അങ്ങനെ കിടത്തിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാ പറയുന്നത്. എന്തേ പ്രശ്നം? ആത്മാവ് പോയാൽ പിന്നെ പ്രശ്നമാണ്. സത്യത്തിൽ ഈ ആത്മാവ് എന്ന് പറയുന്നത്, ദീനിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനാണ്. റൂഹം മിൻ അംറിന, റൂഹം മിൻ അംറിന, എൻ്റെ അടുക്കൽ നിന്നുള്ള റൂഹിനെ ഞാനിതാ നിനക്ക് തന്നിരിക്കുന്നു എന്ന്. ആത്മാവ്, ജീവനാണ് ഖുർആൻ. ഞാൻ എന്തിനാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചുറ്റുപാടിൽ നമസ്കരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്, മുസ്ലിം നാമധാരികളായ ആളുകളുണ്ട്, ഇസ്ലാമിക കാര്യങ്ങൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പണം കൊടുക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള സാധാരണക്കാരുണ്ട്. പക്ഷേ നമ്മളെല്ലാവരെക്കുറിച്ചും പരിശോധിക്കുമ്പോൾ ഞാൻ ആരെയും മോശമാക്കാനോ കുറ്റപ്പെടുത്താനോ ഇല്ല. ഒരു അപൂർണത നമ്മൾ കാണും. ചില ഭാഗത്ത് ഉഷാറായിരിക്കും, ചില ഭാഗത്ത് തീരെ ശ്രദ്ധ ഉണ്ടാവില്ല. എന്തപ്പോൾ ഇത് സംഭവിക്കുന്നത്? നമ്മളൊക്കെ പലപ്പോഴും പലരെക്കുറിച്ചും കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. വളരെ സുന്ദരമായ ഇസ്ലാമിക മര്യാദകൾ പാലിച്ച് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് റോഡിൻ്റെ അപ്പുറം കടന്ന് ജമാഅത്തിന് പള്ളിയിലെത്തുന്ന വ്യക്തി, അയാൾ ചെറിയൊരു പലിശ ഇടപാടുകാരനാണെന്ന് അയാളുമായി ഇടപാട് നടത്തിയ ഒരാൾ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പലിശ എന്ന് പറഞ്ഞാൽ അള്ളാഹുവോടും റസൂലിനോടുമുള്ള യുദ്ധമാണ്, ഹറാമാണ്, നരകം കിട്ടുന്ന കാര്യമാണ്. നമ്മുടെ സമ്പത്ത് മുഴുവനും അതിൻ്റെ അനുഗ്രഹങ്ങൾ നശിച്ചു പോകുന്ന കാര്യമാണ്. ഒരുപക്ഷെ 30 വ്യഭിചാരത്തെക്കാളും മാരകമായ തെറ്റാണ്. പിന്നെ എങ്ങനെയാണ് അയാൾക്കത് ചെയ്യാൻ പറ്റിയത്? നമ്മൾ ചോദിക്കലില്ലേ സുഹൃത്തുക്കളെ? മനസ്സാക്ഷിയോട് ചോദിക്കലില്ലേ? നമ്മൾ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ആ പള്ളിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി, അതാ സുബഹിക്ക് അയാളുടെ വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞിട്ടില്ല, ബാങ്ക് കൊടുത്തിട്ട് 20 മിനിറ്റായി, അയാൾ നടത്തുന്ന പള്ളിയിൽ തന്നെ ജമാഅത്തിന് അയാളില്ല. അത് യാദൃച്ഛികമല്ല, പനിച്ചത് കൊണ്ടല്ല, യാത്ര ചെയ്ത് ക്ഷീണിച്ചതുകൊണ്ടല്ല, അയാൾ ഉണ്ടാകാറില്ല. അപ്പോൾ പള്ളി ഉണ്ടാക്കി ബാങ്ക് കൊടുക്കാൻ ആളെ വെച്ച് അതിൻ്റെ കമ്മിറ്റി മീറ്റിങ്ങിൽ കൂടി ടൈൽസ് ഇടാനും അതേപോലെ തന്നെ പൈപ്പ് വെക്കാനും അപ്സ്റ്റെയർ എടുക്കാനും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ആളെന്തേ പള്ളിയിൽ വരാത്തത്? അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യമില്ലേ? അങ്ങനെ ഇത്തരം വൈരുദ്ധ്യങ്ങളായ എട്ടനവധി ചോദ്യങ്ങൾ ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. സുഹൃത്തുക്കൾ, ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്താ അറിയും? നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചാൽ മതി. ഈ ഒരു 114 അധ്യായങ്ങളിലുള്ള 6000 ചില്ലാനം വചനങ്ങൾ ഏതായത്താണ് നിങ്ങളെ മനസ്സ് തട്ടിയെന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെ ഒരു ആയത്തുണ്ടാവില്ല, അങ്ങനെ ഒരു ആയത്തുണ്ടാവില്ല. കാരണം അതാണ് ആത്മാവ്, അതാണ് ആത്മാവ്. വലഖദ് ദറഅനാ ലിജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. നരകത്തിന് വേണ്ടി നാം ഉണ്ടാക്കിയിട്ട്, നരകത്തിക്ക് ഇഷ്ടം പോലെ ആളുകളാണ്. എന്തിയാ അവർ നരകത്തിൽ പോകാൻ കാരണം? നരകത്തിൽ പോകാൻ കാരണം എപ്പോഴെങ്കിലും ജീവിതത്തിൽ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഹൃദയം കൊണ്ടോ ഒരു ബോധ്യത അവർക്ക് ഉണ്ടായിട്ടില്ല. മനസ്സ് തട്ടി ഒരു മാറ്റത്തിൻ്റെ അവസരം ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ആ ഹൃദയങ്ങളെ കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ അവർ കാണുന്നില്ല. അപ്പോൾ കാണില്ലേ സുഹൃത്തുക്കളെ? കാണുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ തിരിച്ചറിവ് നൽകുന്ന ഒന്നും അയാൾ കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു വഴിയോരത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രസംഗം 5 മിനിറ്റ് മനസ്സ് തട്ടി, അത്ര മതി. ആരെങ്കിലും അയച്ചു തന്ന ഒരു 3 മിനിറ്റ് ക്ലിപ്പ് വീഡിയോ, അത് മതി. അല്ലെങ്കിൽ ആരോ ഒരു സ്റ്റാറ്റസ് വെച്ച ഒരു ആയത്തും അതിൻ്റെ മലയാളത്തിലെ അർത്ഥവും അത്ര മതി. പക്ഷേ മനസ്സിൽ തട്ടാനൊരു അവസരമുണ്ടായിട്ടില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കാതുകളുണ്ട്, ആ കാതുകളെ കൊണ്ട് അവർ കേൾക്കുന്നില്ല. കാതുണ്ടായാൽ കേൾക്കുമെന്ന് ഉറപ്പല്ലേ സുഹൃത്തുക്കളെ? പക്ഷെ കേൾക്കേണ്ടത് അയാൾ കേൾക്കുന്നില്ല. എന്നിട്ട് എന്തേ അള്ളാഹ് പറഞ്ഞത്?
കേട്ടും മനസ്സിലാക്കിയും ചിന്തിച്ചും പോകാത്തവരെ കുറിച്ച് അള്ള പറഞ്ഞ പ്രയോഗം നോക്ക്. ഇതൊരു പോക്ക സുഹൃത്തുക്കളെ. ഏത് പോക്ക്? നാൽക്കാലികൾ പോകുന്ന ഒരു പോക്ക്. അവർക്ക് വേറെ ചിന്തകളോ ഉത്തരവാദിത്തങ്ങളോ ബാധ്യതകളോ ഒന്നുമില്ല. ഉലൈക കൽ അൻആം ബൽഹും അളൽ. അവർ നാൽക്കാലികളെ പോലെയാണ്. എന്താ സുഹൃത്തുക്കളെ നാൽക്കാലികളെ പോലെ എന്ന് പറഞ്ഞ്? ഓർക്ക് ദുനിയാവിലെ ചില സുഖങ്ങളുണ്ട്. എവിടെന്നെങ്കിലും കുറച്ച് ഭക്ഷണം, അല്ലേ, എവിടെന്നെങ്കിലും ഒരു ഇണചേരൽ, അതേപോലെ തന്നെ വല്ലാതെ ചൂട് വരുമ്പോൾ എവിടെയെങ്കിലും ഒരു വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി കിടക്കുക, എവിടെയാണോ എത്തിയത് ഒരു മൂത്രശങ്ക വരുമ്പോൾ അവിടെ കണ്ട് മൂത്രമൊഴിക്കുക. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഗൗരവപരമായിട്ടുള്ള ലക്ഷ്യം ആ ജീവിതത്തിന് പിന്നിലില്ലെന്നാണ്. യതമത്തഊന വയക്കുലൂൻ കമാ തഅകുലുൽ അൻആം വന്നാറു മത്വൻ ലഹും. യഅകുലൂൻ അവർ തിന്നുന്നു, വയതമത്തഊന അവർ സുഖമെടുക്കുന്നു, കമാ തഅകുലുൽ അൻആം നാൽക്കാലികൾ തിന്നുന്ന പോലെ. ഇനി എവിടേക്കാ അവർ പോവുക? വന്നാറു മത്വൻ ലഹും, നരകമാണ് അവരുടെ അഭയകേന്ദ്രം. സുഹൃത്തുക്കളെ, എന്തിന് നിങ്ങൾ ഇവിടെ വന്നു? എപ്പോഴോ ഒരായത്ത് നിങ്ങളുടെ മനസ്സിനെ തൊട്ടു, ഏതോ ഒരു പ്രഭാഷണം നിങ്ങളുടെ മനസ്സുകളെ സ്വാധീനിച്ചു, എവിടെ നിന്നോ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു. അതില്ലാതെ ഒരിക്കലും നമുക്ക് ഇസ്ലാമിൻ്റെ ഒരു ആത്മാവ് കണ്ട് ദീനിൻ്റെ ഒരു ചൈതന്യത്തോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ആ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാകേണ്ടത്. ഇത് വെറുതെ അങ്ങനെ പറഞ്ഞു പോകുന്നൊരു കാര്യമല്ല സുഹൃത്തുക്കളെ. ഈ ആളുകൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രം പറയാട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ചിലപ്പോൾ നിങ്ങളെത്ത് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഒരു 10, 40, 50 കൊല്ലമൊക്കെ ഒരു 10ഉം 20ഉം വട്ടം ഈ 7 ആയത്ത് ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ ഓതുന്നില്ലേ നമ്മൾ ആൾക്കാർ? എന്നും ഇത് ഓതുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു അറബിയിലാണ്, ഇത് അള്ളാഹുവിൻ്റെ ഖുർആനാണ് എന്നൊക്കെ നമുക്കറിയാം. ഇന്നെന്താണ് നമുക്ക് അതിൻ്റെ ഈ 7 ആയത്തിൻ്റെ അർത്ഥം എന്തേക്കാരം? എന്നാൽ പള്ളിക്ക് എങ്ങനെ ഉസ്താദ് വെറുതെ ഇരിക്കുമ്പോൾ മൂപ്പരത്ത് നിങ്ങൾ ഏതായാലും നിസ്കാരത്തിൽ ഒരു ശ്രദ്ധ കിട്ടണില്ല, അപ്പോൾ ഈ ഒരു 7 ആയത്തിൻ്റെ അർത്ഥങ്ങളൊന്ന് പറഞ്ഞു തരും എന്നാരും പറയണില്ലല്ലോ. ആരെങ്കിലും പോയി ചോദിക്കുന്നു. എന്താ ചോദിക്കാൻ തോന്നാത്തത് മനസ്സിൽ? അങ്ങനെ ഖുർആൻ നമ്മൾ അറിയേണ്ടതില്ലേ? അത് പഠിക്കേണ്ടതില്ലേ? അത് മനസ്സിലാക്കേണ്ടതില്ലേ? അങ്ങനെ കണ്ടോ സുഹൃത്തുക്കളെ? ഖുർആൻ നമ്മൾ അങ്ങനെ പഠിക്കണ്ട, അതങ്ങനെ ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കണ്ട, അങ്ങനെയല്ലല്ലോ. നമുക്ക് ഖുർആൻ ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂനസ് സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. ഇന്നഹാദൽ ഖുർആൻ, എന്തിനാണ് ഈ ഖുർആൻ? യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നല്ലത് പറഞ്ഞു കൊടുക്കും ഖുർആൻ. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് കേൾക്കണ്ടേ? ഏറ്റവും നല്ലത് നമുക്ക് അറിയണ്ടേ? ഏറ്റവും നല്ലതിലേക്ക് മാർഗം കാണിക്കുന്ന. അപ്പോൾ നല്ലതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കണോനൊക്കെ എന്ത് ചെയ്യണം? ഖുർആൻ പഠിക്കണം, ഖുർആൻ കേൾക്കണം, ഖുർആൻ മനസ്സിലാക്കണം. പിന്നെ വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂനസ് സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. സത്യവിശ്വാസികളെ അതെന്ത് ചെയ്യുന്നു? താക്കീത് നൽകുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഉണ്ടോ? ഇത്രയും കാലമായിട്ട് ഒരു 6-7 ആയത്തിൻ്റെ ഒരർത്ഥം ചോദിച്ച് പഠിക്കണം എന്ന് പോലും തോന്നാതിരിക്കാൻ എന്താണ് കാരണം എന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഖുർആൻ അങ്ങനെ എല്ലാവരും പഠിക്കേണ്ടതില്ല, അർത്ഥം കേൾക്കേണ്ടതില്ല എന്നുണ്ടോ? അതിനാണ് ഞാൻ ഓതിയത്. ഖുർആനാണ് ഏറ്റവും ശരിയിലേക്ക് നമ്മൾ നയിക്കുക. അപ്പോൾ ഏറ്റവും ശരിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഖുർആൻ പഠിക്കണം. അപ്പോൾ ഖുർആൻ പഠിക്കുന്നവനേ ശരിയിലേക്ക് പോകുന്നുള്ളൂ. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂനസ് സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഖുർആൻ അവരോട് സന്തോഷവാർത്ത. ആ സന്തോഷവാർത്ത എല്ലാവർക്കും വേണ്ടേ? നമ്മൾ ഈ ചെയ്യുന്ന അമലുകൾക്കൊക്കെ പ്രതിഫലം കിട്ടുമെന്ന് നിരന്തരമായി ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമല്ലേ? പിന്നെ വലിയ പണ്ഡിതന്മാർക്കും മഹാത്മാക്കൾക്കും മാത്രം ഖുർആൻ മനസ്സിലാക്കിയതെങ്കിൽ അള്ളാഹു എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനെ ഞാൻ എളുപ്പമാക്കിയിട്ടുണ്ട്. ആരുണ്ട് ചിന്തിച്ചു പഠിക്കാൻ? ഖുർആനെ നാം ലളിതമാക്കി. ആരുണ്ട് ചിന്തിച്ചു പഠിക്കാൻ എന്നെന്തിനാ അള്ളാഹു ചോദിക്കുന്നത്? ഖുർആൻ എന്തിനാ ലളിതമാക്കിയത്? എല്ലാവരും ആരുണ്ട് ചിന്തിച്ചു പഠിക്കാന്ന് വെച്ചാൽ ആരും ഒഴിവല്ല, എല്ലാവരും ചിന്തിച്ച് പഠിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ എല്ലാവരും പഠിക്കണം, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കണം എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയം നമുക്ക് ആവശ്യമില്ല. എന്നിട്ടും എന്താണ് ഒരു സാധാരണക്കാരൻ ഫാത്തിഹൻ്റെ അർത്ഥം പഠിക്കണമെന്ന് ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ വിചാരിക്കും ചിലപ്പോൾ അത് അവസരമില്ലാഞ്ഞിട്ടാണ്. അങ്ങനെ ഉണ്ടാവാം. എവിടെ പോയിട്ട് അത് പഠിക്കാമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം, അങ്ങനെ സംഭവിക്കാമല്ലോ. അപ്പോൾ എനിക്കതൊരു ഉദാഹരണം, പണ്ടേ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണയിലുള്ള ആളുകൾ ഒരു നോട്ടീസ് ഇറക്കി. ആ നോട്ടീസിൽ അവർ കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ, ഖുർആൻ പഠിക്കാൻ ആഗ്രഹമുള്ള, അർത്ഥം പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് കൊടുത്തു. എന്താ സംഭവിച്ചത്? 500-ലധികം ആളുകൾ ആ ആഗ്രഹം പ്രകടിപ്പിച്ചു വന്നു. 500-ലധികം ആളുകൾ ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ആഗ്രഹമുള്ള കുറേ ആളുകളുണ്ട്, അവർക്ക് പഠിക്കാൻ അവസരമില്ല. കുറേ ആളുകൾക്ക് പഠിക്കണമെന്ന് ബോധവുമില്ല. പക്ഷെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, അത് ഖുർആനിൽ നിന്ന് നേരിട്ട് പഠിച്ച് മനസ്സിലാക്കാത്തിടത്തോളം കാലം സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതം കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. നമ്മൾ അവിടെ ഇവിടെയും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടാവും, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് സത്യത്തിൽ നമ്മൾ ഇവിടെ ഒരു വിഷയം വെച്ചപ്പോൾ ഖുർആൻ്റെ സന്ദേശം എന്ന് വെച്ചത്. ഖുർആൻ പഠിക്കണം, ഖുർആൻ അറിയണം, ഖുർആനിലൂടെ എനിക്കൊരു മാറ്റം സാധ്യമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ പ്രഭാഷണത്തിൻ്റെ ലക്ഷ്യം. ഇത്തരം പ്രഭാഷണങ്ങളുടെ എല്ലാം ലക്ഷ്യം സുഹൃത്തുക്കൾ അതന്നെ. ഒരു മനുഷ്യന് എന്തെല്ലാം ആവശ്യമാണോ ആ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിൽ ഖുർആനിൽ നിന്ന് കിട്ടും. അതാണ് ഖുർആൻ്റെ പ്രത്യേകത. നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി അത് ഖുർആനിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലോ വേറെ എവിടുന്നും അതവന് കിട്ടുകയുമില്ല എന്നാണ്. സുഹൃത്തുക്കളെ, സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഒരു രോഗിനെ സന്ദർശിച്ചാണ് വരുന്നത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗങ്ങളെ പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ സാധാരണ ജീവിതം ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാത്ത ചില നിസ്സഹായതകളിൽ, നിലയില്ലാത്ത കയങ്ങളിൽപ്പെട്ട് കണ്ണു തുറിച്ച് നിസ്സഹായമായി നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോൾ എന്താ കാട്ടുക എന്ന് ആൾക്കാർ ചോദിക്കും. ഈ ജീവിതം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറേ ഉത്തരം കിട്ടാത്ത സമസ്യകളുണ്ട്. നമുക്ക് തന്നെ ഉത്തരം പറഞ്ഞു തരാൻ പറ്റാത്ത ചില സംഗതികളുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ അത്തരം രംഗങ്ങളിലേക്ക് നമ്മൾ ചെല്ലും. അവിടെയൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, ദീന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിസ്സഹായരായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നിസ്സഹായതയിലും പേടിയിലും ബേജാറിലും അവൻ എപ്പോഴും ധൈര്യവും സമാധാനവും നിർഭയത്വവും നൽകുന്ന ഒരു വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, അത് മനസ്സിൽ തട്ടാതെ ഒരു നിമിഷം പോലും സമാധാനത്തോടുകൂടെ ഇവിടെ ജീവിക്കുക എന്നുള്ളത് സുഹൃത്തുക്കളെ സാധ്യമല്ല. എല്ലാവർക്കും അത് അനിവാര്യമാണ്. ഇപ്പോൾ ഞാൻ ചിന്തിക്കും, ഈ നിസ്കാരം നോമ്പൊക്കെ ഉള്ളവർക്ക് ഇതുണ്ടോ? ഈ സമാധാനം ഉണ്ടോ? ഈ നിർഭയത്വം? ആ നിർഭയത്വം കിട്ടണമെങ്കിൽ അതിലാദ്യം നമുക്ക് ആ വിശ്വാസം ഉണ്ടാവണം. അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമ് ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനൂ, വിശ്വസിക്കുന്ന ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, ആ വിശ്വാസത്തിൽ യാതൊരു തെറ്റും കൂടിക്കലരാതിരിക്കുക, യാതൊരു പാപവും ആ തെറ്റിൽ ചേരാതിരിക്കുക. അതെല്ലാം ആവാം, ശിർക്ക് തൊട്ട് എല്ലാ തെറ്റുകളും, ഒരു തെറ്റും അതിൻ്റെ കൂടെ ചെയ്യാതെ അവൻ നിഷ്കളങ്കമായി അവൻ്റെ ഈമാനിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുപോയാൽ, വല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമ് ഉലൈക ലഹുമുൽ അംന്, അവർക്ക് നിർഭയത്വമുണ്ട്, വഹും മുഹ്തദൂൻ, അവർ സന്മാർഗം സ്വീകരിച്ചവർ, അവർക്ക് നിർഭയത്വം കിട്ടുന്നതാണ്, അവരുടെ ഭയം നീങ്ങുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്ന വിശ്വാസത്തിലൂടെ നമുക്ക് നിർഭയരായി ജീവിക്കാം. അവരെ മഴ ഇല്ലാത്ത ഷീറ്റിൻ്റെ ചോട്ടേക്ക് മാറി നിൽക്കുക, അല്ലെങ്കിൽ മഴ ഇല്ലാത്ത സ്ഥലത്തേക്ക് നിൽക്കുകയൊക്കെ ചെയ്യാം, എവിടെ നിന്നാലും കേൾക്കാം, പ്രശ്നമൊന്നുമില്ല. മഴ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കേണ്ട കാര്യം. അപ്പോൾ ആ ഒരു നിർഭയത്വം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈമാൻ കൊണ്ടേ കിട്ടുള്ളൂ. സുഹൃത്തുക്കൾ, അവിടെ നിന്നു തന്നെയാണ് നമ്മുടെ ഇസ്ലാമികമായ അറിവുകൾ അല്ലെങ്കിൽ ഖുർആനികമായ അറിവുകൾ ആരംഭിക്കേണ്ടത്. അവിടെ നിന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് പരിഹരിക്കാൻ അള്ളാഹുവിന് കഴിയും എന്നതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ആശയം എന്താണ്? എന്ത് പ്രശ്നമുണ്ടോ അത് അള്ളാഹ് പരിഹരിക്കും. അപ്പോൾ നോക്ക്, നിങ്ങൾ രോഗത്തെക്കുറിച്ച് പേടിക്കുന്നുണ്ടോ? അപ്പോൾ രോഗം വന്നാൽ അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു എൻ്റെ രോഗം എനിക്ക് പരിഹരിച്ചു തരും. ഇതാരെ പറഞ്ഞു തരങ്ങൾ?
ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട്, ആ നിർഭയത്തിൻ്റെ വാക്കുകൾ. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം വന്നാൽ എൻ്റെ റബ്ബ് എന്നെ സുഖപ്പെടുത്തും. നോക്ക് നിങ്ങൾ, പിന്നെന്താ പേടി? എനിക്ക് രോഗം വന്നാൽ എന്താ? എൻ്റെ റബ്ബ് എന്നെ സുഖപ്പെടുത്തും. നമ്മൾ രോഗിൻ്റെ അടുക്കൽ ഇരുന്നിട്ട് എന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളുടെ റബ്ബേ, ഇഷ്ഫി, നീ സുഖപ്പെടുത്ത്. അൻത ശാഫി, നിൻ്റെ പേരാണ് ഷാഫി, സുഖപ്പെടുത്തുന്നവൻ എന്നൊരു പേര് നിനക്കുണ്ട്. നീ സുഖപ്പെടുത്തും, എന്ത് അസുഖങ്ങൾ വന്നാലും നീ സുഖപ്പെടുത്തും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നമ്മളൊക്കെ രോഗത്തെ ക്യാൻസർ വരുമെന്ന് പേടിക്കണു, കിഡ്നി ഫെയിലിയർ ആകുമെന്ന് പേടിക്കണു. അപ്പോൾ നമ്മളെ മനസ്സിക്ക് ഓർമ്മ വരലുണ്ട്, എന്താ വന്നാൽ പടച്ചവനോട് പറഞ്ഞാൽ പടച്ചവൻ മാറ്റി തരൂലേ? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് അപ്പോൾ ആസ്പത്രി ഓർമ്മ വരുന്നത്, ഡോക്ടർ ഓർമ്മ വരുന്നത്, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ അങ്ങനെ സമാധാനിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അസുഖം വന്നാലും എൻ്റെ റബ്ബ് എനിക്ക് സുഖപ്പെടുത്തി തരും, അവനൊരു വഴി എനിക്ക് കാണിച്ചു തരും എന്ന് മനസ്സിക്ക് വരുമ്പോഴാണ് അള്ളാഹിനെക്കുറിച്ചുള്ള അറിവും ബോധവും നമുക്കുണ്ടാവുന്നത്. സുഹൃത്തുക്കൾ, അള്ളാഹിനെക്കുറിച്ച് എന്താ നമുക്ക് പരിചയപ്പെടുത്തുന്നതെന്ന് അറിയങ്ങൾ. തബാരക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാരക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആരുടെ കയ്യിലാണോ അധികാരം, രാജാധിപത്യം, ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവൻ ആരാണോ അവൻ്റെ കഴിവിനെ പിന്നെ കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടാവും? ഈ സൂര്യാസ്തമയങ്ങളും ഉദയങ്ങളും നടത്തുന്ന, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിർത്തുന്ന, ആകാശങ്ങളെ വാനങ്ങളെ ഉയർത്തിയിട്ടുള്ള, കോടാനകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ച് പരിചരിക്കുന്ന, കടലിലും കരയിലും അവരെ വിന്യസിപ്പിച്ച് അവരെ ജീവിപ്പിക്കുന്ന, മരിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് ആർക്കും സംശയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹ് ആയത്ത് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത് തബാരക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എല്ലാറ്റിനും കഴിവുള്ള ഒരു റബ്ബ്. ആ റബ്ബിനെക്കുറിച്ച് അറിഞ്ഞാൽ ഒരു പേടി നമുക്കുണ്ടാവില്ല. സുഹൃത്തുക്കളെ, ഇതിനെ പ്രായോഗികമായി നമുക്ക് മനസ്സിലാക്കി തരാണ് ഖുർആൻ വായിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇത് അള്ളാഹ് എല്ലാറ്റിനും പരിഹാരമുണ്ടാക്കും എന്ന് നമ്മളെ ശരിക്കും അള്ളാഹ് ബോധ്യപ്പെടുത്തി തരുന്ന സംഭവങ്ങൾ എത്രയാണ് വിശുദ്ധ ഖുർആനിലെ പഠനം. സുഹൃത്തുക്കളെ, വെറുതെ എപ്പോഴും വിട്ട് ഒരു 3 ആഴ്ച വേണ്ട ഖുർആൻ മുഴുവനൊന്ന് വായിക്കാൻ, അത്ഭുതങ്ങൾ സംഭവിക്കും. ഞാൻ വെറുതെ പറയല്ല, നമ്മുടെ ജീവിതവുമായിട്ട് അത്രമാത്രം ബന്ധം വിശുദ്ധ ഖുർആനിനുണ്ട് എന്നാണ്. മാത്രമല്ല, ഖുർആനിലൂടെ ആശയങ്ങൾ കണ്ടെത്തുന്ന ഒരുത്തൻ സന്തോഷവാനായിരിക്കും. ജീവിതത്തിൽ ഖുർആൻ കൊണ്ട് സന്തോഷിക്കുന്ന പോലെ മറ്റൊന്നുകൊണ്ടും സന്തോഷിക്കാൻ പറ്റൂല എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇലത്തും മിൻ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ഏ ജനങ്ങളെ, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു ഖദ് ജാഅതുകും മൗഇലത്തും മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ ഉപദേശം. റബ്ബ് നമുക്ക് തരുന്ന ഉപദേശം, പടച്ചോ നമുക്ക് നേർക്ക് നേരെ വരുന്ന ഉപദേശം. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, മനസ്സിന് ശമനം, മനസ്സിന് ആശ്വാസം കിട്ടും. മനസ്സിൽ എന്തെല്ലാം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടോ ആ ചോദ്യങ്ങൾക്കെല്ലാം ഖുർആൻ മറുപടി പറഞ്ഞു തരും. അതുകൊണ്ട് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ ബിഫളില്ലാ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹ് നിങ്ങൾക്ക് തന്ന വലിയൊരു ഔദാര്യം ഈ ഖുർആനാണ്. അള്ളാഹ് നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു റഹ്മത്ത് ഖുർആനാണ്. അതുകൊണ്ട് അത് നിങ്ങൾ അനുഭവിക്കണം. അള്ളാഹ് തന്ന റഹ്മത്തും അള്ളാഹ് തന്ന ഫളിലും നിങ്ങൾ അനുഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവൂലേ? ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ പറഞ്ഞു കൊടുക്കൂ, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ഖുർആൻ, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഖുർആൻ, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അവരൊരുമിച്ച് കൂട്ടുന്ന ഒന്നും അവർക്ക് ഇത്ര സന്തോഷം നൽകയില്ല. അവർക്ക് മറ്റൊന്നിൽ നിന്നും കിട്ടാത്ത സന്തോഷം ഈ ഖുർആൻ കൊണ്ട് കിട്ടും എന്ന് അള്ളാഹു എന്ത് ചെയ്യുന്നു? പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, അത് ഖുർആൻ വായിച്ചാൽ കിട്ടും. ഖുർആൻ്റെ ആശയങ്ങൾ കിട്ടിയാൽ നമുക്ക് ജീവിതത്തിൽ മറ്റൊന്നും കിട്ടാത്ത സന്തോഷം കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ശക്തി, അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരിഹാരമാണ് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഖുർആൻ ഒരു വട്ടം വായിച്ചാൽ മതി.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടോ ആ പ്രതിസന്ധികളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ? മുൻകാലത്ത് ആളുകൾക്ക് വന്നിട്ടുണ്ട്. അവരപ്പോൾ എന്താ ചെയ്തത്? അള്ളാഹിനോട് പറയാ ചെയ്തത്. അള്ളാഹിനോട് പറഞ്ഞപ്പോൾ അത് പരിഹരിച്ചില്ലേ? പരിഹരിച്ച് കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതെന്തിനാ സുഹൃത്തുക്കളെ പറഞ്ഞു തരുന്നത്? പടച്ചോനോട് പറഞ്ഞാൽ കിട്ടുന്നതാണ്. പടച്ചോനോട് പറഞ്ഞാൽ കിട്ടുന്നു. അത് പടച്ചോൻ അങ്ങനെ തന്നെ പറഞ്ഞതില്ലേ നമ്മളോട്? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലാഹ് പറയാണ്, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയാണ്, ഉദ്ഊനി, നിങ്ങളോട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. സുഹൃത്തുക്കളെ, ഇത് അല്ലല്ലാത്തോലെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അള്ളാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് പറയാൻ വേണ്ടിയുള്ളത് മാത്രമല്ല, ഞാനും നിങ്ങളൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടിലാണോ കഴിയണത് അതൊക്കെ അള്ളാനോട് പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, നമ്മളങ്ങനെ പറയുന്നുണ്ടല്ലോ, കിട്ടണില്ലല്ലോ. പറഞ്ഞാൽ കിട്ടും എന്ന് ഉറപ്പോടെ ചോദിക്കുന്നവന് കിട്ടിയിരിക്കും. പറഞ്ഞാൽ കിട്ടും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കതിൻ്റെ ഉത്തരം അള്ളാഹു നമുക്ക് തരുന്നത്. അള്ളാഹ് പറഞ്ഞാൽ അള്ളാഹ് തെറ്റൂല. ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആൻ ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ഇതേ ആശയം. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അടുത്തുണ്ട് എന്ന് പറയാം. അടുത്തുണ്ട് പറഞ്ഞാൽ എന്താ? അടുത്തുണ്ട്, ദൂരെയല്ല. നിങ്ങൾക്ക് ലഭ്യമാകുന്നിടത്ത് ഞാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് അള്ളാഹു അത്രയും വ്യക്തതയോടുകൂടെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ആ പരിഹാരങ്ങൾ ഖുർആനിൽ ഉടനീളം നമ്മൾ കാണുന്നു. രോഗം വന്നു, ആർക്ക് വന്നു? അയ്യൂബ് നബി അലൈഹി സ്വലാമിന്. സുഹൃത്തുക്കളെ, ആ രോഗമെന്ന് പറഞ്ഞാൽ ആ രോഗം അല്പം മാരകമായിരുന്നു എന്നതുകൊണ്ടാണ് അള്ളാഹു എടുത്തു പറയണത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമായി അദ്ദേഹത്തിൻ്റെ ദേഹത്തുനിന്ന് വരുന്ന ആ ദുർഗന്ധങ്ങളെയും അനിഷ്ടങ്ങളെയും സഹിച്ചു നിന്ന ഭാര്യ പോലും വഴി ഉപേക്ഷിച്ചു പോയി. എന്നിട്ടെന്തേ? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനറിയാം ഭാര്യയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത, നാട്ടുകാർക്ക് പരിഹരിക്കാൻ പറ്റാത്ത, ഞാൻ ഒറ്റയ്ക്കായാലും ഞാൻ ഒറ്റയ്ക്കല്ല എന്ന അറിവാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? വഅയ്യൂബ ഇദ് നാദാ റബ്ബ അന്നീ മസ്സനിയൽ ദുർ വഅൻത അർഹമുർ റാഹിമീൻ. റബ്ബേ, എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചു, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനാണ്. അദ്ദേഹത്തിൻ്റെ ആ കിടപ്പും ആ അവസ്ഥയും സുഹൃത്തുക്കളെ, മനസ്സലിവുള്ളവർക്കാർക്കും അലിവ് തോന്നുന്ന ദയനീയമായൊരു കാഴ്ചയാണ്. അത് വെച്ചിട്ട് അദ്ദേഹം അള്ളാഹിനോട് പറഞ്ഞു, ഒന്നുമില്ല, എത്ര പെട്ടെന്ന് സുഹൃത്തുക്കളെ, അതിന് സമയമെടുത്തിട്ടില്ല, ആ അസുഖം മാറാൻ സമയമെടുത്തിട്ടില്ല. ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്, കാലുകൊണ്ടൊന്ന് നിലത്ത് ചവിട്ടാൻ പറഞ്ഞു. അല്പം വെള്ളം അവിടെ നിന്ന് വന്നു. ആ വെള്ളം ഒന്ന് കുളിക്കാനും ദേഹത്ത് ഒഴിക്കാനും പറഞ്ഞു. ആ നാട്ടുകാർക്ക്, സ്വന്തം ഭാര്യയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അദ്ദേഹം മാറി. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ മനസ്സിൽ, എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഞാനിതൊന്നാണ് അള്ളാഹിനോട് പറഞ്ഞു നോക്കട്ടെ എന്ന്? അങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തൻ ഇവിടെ സന്തോഷവാനായി, അവന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്താ ആലോചിക്കുക? നമുക്ക് എന്തെങ്കിലും ഇടങ്ങേറുണ്ടെങ്കിൽ അതന്നെയല്ലേ നമ്മൾ ചിന്തിക്കുക. എന്നാൽ സുഹൃത്തുക്കളെ, ആ ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ ഇടങ്ങേറുകൾ അള്ളാഹുവോട് നമ്മൾ പറയുമ്പോൾ അള്ളാഹു നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നതാണ്. ഓരോ പ്രാർത്ഥനകളും പ്രവാചകന്മാരത് എടുത്ത് പരിശോധിച്ചാൽ ഒരു പക്ഷേ നമ്മളൊക്കെ ഇനി രക്ഷയില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് കിടക്കുന്ന സന്ദർഭങ്ങളിലാണ് അവർ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചത്. യൂനുസ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് എപ്പോഴാണ് സുഹൃത്തുക്കളെ? മത്സ്യം വിഴുങ്ങിയിട്ടാണ്, കടലിൽ വീണിട്ടല്ല, മത്സ്യം വിഴുങ്ങിയിട്ട്. മത്സ്യം വിഴുങ്ങിയ ഒരാൾ പുറത്തു വരുന്നൊക്കെ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഒരു വിശ്വാസിക്ക് അങ്ങനെയല്ല. ഇത് ക്യാൻസർ 4ാമത്തെ സ്റ്റേജാണ്, മരിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞു, അങ്ങനെ ഒരു വിഷയമല്ല. എൻ്റെ അസുഖം അള്ളാഹ് മാറ്റും. എന്നാൽ ആരെങ്കിലും പറഞ്ഞേട്ടെ അള്ളാഹു അസുഖം മാറ്റാത്ത ഒരു ഘട്ടമുണ്ടെന്ന് ആരെങ്കിലും പറയട്ടെ? നിങ്ങൾ കേട്ടുന്നു? അള്ളാഹു അസുഖം അള്ളാഹ്ക്ക് മാറ്റിത്തരാൻ പറ്റാത്തൊരവസ്ഥ നഊദു ബില്ലാഹ് അങ്ങനെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ പ്രതീക്ഷ ഉണ്ടോ? അത് ഖുർആനിന്ന് കിട്ടണം. അത് സുഹൃത്തുക്കളെ ഖുർആനിന്ന് കിട്ടണം. അത് ഖുർആനിന്ന് കിട്ടി എന്ന് പറയുന്നവർക്ക് പോലും ആ ബോധ്യമുണ്ടായോ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നത്. മനസ്സിലായില്ലേ?
അധികമൊന്നുമില്ല, ഒരു 10 20 കൊല്ലമായിട്ടുള്ളൂ കുട്ടികളില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നു പ്രത്യേകിച്ച് കാരണമൊന്നും പറയണില്ല, കുട്ടികളില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികളുണ്ടാവില്ല, അപ്പോൾ തീരുമാനിച്ചിക്കാണ് കുട്ടികളുണ്ടാവില്ല എന്ന് തീരുമാനിച്ചിക്കാണ്. എങ്ങനെ സുഹൃത്തുക്കൾ അങ്ങനെ തീരുമാനിക്കൽ? ഇനി ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറി വരില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? അത് മാറി വരില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ ഉണ്ടാവുകയില്ല എന്ന സാധ്യത നിലനിൽക്കുന്ന സമയത്താണ് സക്കരിയ നബി പ്രാർത്ഥിച്ചത്. വെറുതെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചതല്ല. എപ്പോഴാണ്? കാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബ. എൻ്റെ റബ്ബേ, എൻ്റെ എല്ലുകൾ ശോഷിച്ചു, എനിക്ക് വാർദ്ധക്യമായി, എന്നെ ആകെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരവസ്ഥയിലാണ് ഞാൻ, അങ്ങേയറ്റം വാർദ്ധക്യത്തിൽ എൻ്റെ തല ഒന്നും നിരക്കാൻ ബാക്കിയില്ല. അതൊക്കെ എന്തിനാ നമുക്ക് പറഞ്ഞു തരുന്നത് സുഹൃത്തുക്കളെ? ഒരു കുട്ടി ഉണ്ടാകുമെന്ന് ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കാത്ത സന്ദർഭം. വഹബ്ലി മിൻ ലദുൻക വലിയ, എനിക്കൊരു അനന്തരാവകാശിയെ തരണം എന്ന് അള്ളാഹുവോട് പറയുമ്പോൾ കൊടുക്കുകയാണ്. ആ കൊടുത്തു എന്നതിന് തെളിവെന്താണ്? അതൊരു പ്രവാചകനല്ലേ. ചരിത്രത്തിൽ നമ്മൾ ഓർക്കുന്ന യഹ്യാ നബി അലൈഹിസ്സലാം സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ പുത്രനാണ്. ആ യഹ്യാ നബിയുടെ ജനനം നമുക്ക് തരുന്ന പ്രതീക്ഷ എന്താണ്? കുട്ടികളുണ്ടാവില്ല പറയരുത്, കുട്ടികളുണ്ടാവും. അള്ളാഹുവിന് കുട്ടിയെ തരാൻ പറ്റും, അവന് ജീവൻ നൽകാൻ പറ്റും. വന്ധ്യയായ ഒരു സ്ത്രീയുടെ, കിഴവിയായ ഒരു സ്ത്രീയുടെ ഉദരങ്ങളിൽ ഒരു കുഞ്ഞുണ്ടായി അതിനൊരു പ്രവാചകനായി ജനിപ്പിച്ച് കാണിച്ചു തരുന്നതിനാണ്. അതൊക്കെ ഖുർആനിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഖുർആനിൽ നിന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ, അയാൾക്ക് കിട്ടുന്ന ഒരു നിർഭയത്വം, അയാൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ജീവിതത്തിലെ പ്രതീക്ഷ, അത് വളരെ വലുതാണ്. ഞാൻ പറഞ്ഞത് എന്താണോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യം അത് ഖുർആനിൽ നിന്ന് കിട്ടുന്നതാണ്. അത് ഖുർആനിൽ നിന്ന് തന്നെ കിട്ടണം, വേറെ എവിടുന്ന് കിട്ടിയിട്ടും അതുകൊണ്ടൊരു പ്രയോജനമല്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൻ്റെ നിരാശകളുടെയും നമ്മുടെ പ്രതിസന്ധികളുടെയും കാരണം ഈ ഭൗതിക ജീവിതത്തിൻ്റെ അപൂർണതയാണ്. ഈ ഭൗതിക ജീവിതത്തിന് അപൂർണത ഉണ്ട്. ഇപ്പം നിങ്ങൾ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞോളി, വയസ്സാവില്ലേ നമുക്ക്, അല്ലേ? ഒരു പ്രശ്നവും എനിക്കില്ല എന്ന് ഒരാൾ പറയാണ്, എനിക്ക് പൈസക്ക് ബുദ്ധിമുട്ടില്ല, എനിക്ക് ജോലിക്ക് ബുദ്ധിമുട്ടില്ല, എനിക്ക് അസുഖമല്ല, ആയിക്കോട്ടെ. ഓരോ ദിവസം ചെല്ലുമ്പോഴും ഇയാൾക്ക് പ്രായമാകണില്ലേ സുഹൃത്തുക്കളെ? പ്രായമാകുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച കുറയില്ലേ? അവൻ്റെ ചർമ്മങ്ങൾ ചുളിയില്ലേ? അവൻ്റെ തല നിരക്കൂലേ? അവൻ മരിച്ചു പോവില്ലേ? ഞാൻ പറഞ്ഞത് ഈ ജീവിതത്തിൻ്റെ അപൂർണത പരിഹരിക്കുവാൻ മഴ തുടർന്ന ബുദ്ധിമുട്ടാവോ? നിർത്തണം. ആൾക്കാർ ഇടങ്ങാറായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആരും മഴ കൊണ്ട് ബുദ്ധിമുട്ടിരിക്കേണ്ട. ഞങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് എന്തായിരുന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയണത്. എങ്ങൾക്ക് ആർക്കെങ്കിലും മഴ ഇല്ലാത്ത സ്ഥലത്തേക്ക് എവിടേക്ക് മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കാം. ഇനി ഇവിടെ നിൽക്കാൻ കഴിയൂല, പോകണം തോന്നുകയാണെങ്കിൽ പോണതിനൊന്നും വിരോധമില്ല എന്ന് ഞാൻ പറയണത്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു അപൂർണത സുഹൃത്തുക്കൾ, ഈ അപൂർണത പരിഹരിക്കാൻ ലോകത്താര് വിചാരിച്ചാലും ഒരു നിലക്കും എന്ത് ചെയ്യൂല, ആ അപൂർണത പരിഹരിക്കുക എന്നുള്ളത് മനുഷ്യനെ കൊണ്ട് സാധ്യമായ കാര്യമല്ല. ഞാൻ പറഞ്ഞ എല്ലാം പരിഹരിച്ചാലും അവൻ നുനക്കിസുഹു ഫിൽ ഹൽക്ക് എന്നാണ്. ആയുസ് കൊടുത്താൽ എന്ത് ചെയ്തിട്ട് നേരെ തിരിച്ചു വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ പ്രായമായാൽ ഒരു കുട്ടിയെപ്പോലെ ബുദ്ധിയില്ലാത്ത അവസ്ഥയിലേക്ക് മാനസികമായി എന്ത് ചെയ്യും, നമ്മൾ ശാരീരികമായി മാറ്റപ്പെടും. അതിനെന്താ പരിഹാരം? ഒരു പരിഹാരമുള്ളൂ. എന്നാൽ നിങ്ങൾ ആലോചിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നിങ്ങൾ ഓരോ പേജുകൾ വായിക്കുമ്പോഴും നമുക്ക് അള്ളാഹു തരുന്നത് എന്തറിയുള്ളൂ? ഒരു പൂർണ്ണമായ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. അപൂർണതകളില്ലാതെ, പ്രശ്നങ്ങളില്ലാത്ത ഒരു സമ്പൂർണമായ ശാശ്വതമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അതേതാണ്? ഏറ്റവും ചെറിയൊരു സൂറത്തുകൾ നോക്കിയും അതിൽപ്പോലും അള്ളാഹ് അതാ പറഞ്ഞു തരുന്നത്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ മൻഫൂസ് ഫഅമ്മാ മൻ തഖുലത് മവാസിനു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. ശരിക്കും പരലോകത്തെക്കുറിച്ച് പൂർണ്ണമായി ഈ സൂറത്തിലുണ്ട് എന്ന് പറയാം. അങ്ങനത്തെ ഒരു സൂറത്താണത്. അതിൽ അല്ലാഹു സ്വർഗം എന്നതിനെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ച വാക്ക് ഈശത്തുൻ റാദിയത്ത്, സംതൃപ്തകരമായ ജീവിതം. സ്വർഗത്തിൽ
യുഗാന്തരങ്ങളോളം താമസിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗ ജീവിതത്തിൽ അപൂർണതയില്ല, അസംതൃപ്തിയില്ല. അവനിഷ്ടമില്ലാത്ത ഒന്നും അവിടെ സംഭവിക്കൂല. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അവൻ സംതൃപ്തകരമായ ഒരു ജീവിതത്തിലായിരിക്കുന്ന. അപ്പോൾ സംതൃപ്തകരമായ ഒരു ജീവിതം എന്ത് ചെയ്യുന്നുണ്ട്? പരലോകത്ത് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നീ ആ മൈക്ക് പറഞ്ഞാലും കേൾക്കൂല എന്നാണ് തോന്നുന്നത് അല്ലേ? അള്ളാഹു നമ്മളെന്തായാലും ഒരു നല്ല കാര്യത്തിന് ഒരുമിച്ച് കൂടി. മഴ നമ്മളെല്ലാവരും ഇസ്തിസ്കായിൻ്റെ പ്രാർത്ഥന നടത്തിയിട്ട് ആവശ്യപ്പെടുന്ന കാര്യമാണ് മഴ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പരിപാടി വേണമെങ്കിൽ വേറൊരു ദിവസം നമുക്ക് നടത്താൻ കഴിയും. സ്വാഭാവികമായും മഴ പെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഇന്നത്തെ ജുമാക്കും ധാരാളം ആളുകൾ മഴയെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുമ്മ സ്വയ്യിബൻ നാഫിയാൻ, അള്ളാഹു നല്ല സമൃദ്ധമായ മഴ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടുതൽ ഒരു നല്ല കാര്യമായി അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ.